വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളിന്ന് എക്സ്പോ കാണാൻ വേണ്ടി പോവാണ്. അപ്പം ബാക്കി വിശേഷങ്ങൾ വഴിയെ പറയാം. അങ്ങനെ എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ചാങ്കി സിറ്റി പോയിന്റിലേക്കാണ് എത്തേണ്ടത്. ആദ്യം നമ്മൾ ഇവിടുന്ന് ബസ് എടുത്ത് ടാമ്പിനീസിൽ പോയി, അത് ടാമ്പിനീസിൽ നമ്മൾ മെട്രോ എടുത്തിട്ടാണ് ചാങ്കി സിറ്റി പോയിന്റിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ എക്സ്പോൻ്റെ സ്റ്റോപ്പ് എത്തി. ഇവിടെ നിന്ന് നമ്മൾ എന്നിട്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ കാർ എക്സ്പോ കാണാനാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മൾ ചാങ്കി എക്സ്പോയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ബാക്കി പറയാം. ഇപ്പോൾ ഞാൻ മെട്രോ ഇറങ്ങിയിട്ട് ഇപ്പം പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാർ എക്സ്പോ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ നമുക്കിപ്പം കാർ എക്സ്പോ കണ്ടതിന് ശേഷം നമുക്ക് ചാങ്കി എയർപോർട്ടിൽ കൂടി പോകാനുണ്ട്. കുറച്ച് നമ്മൾ എത്തി ഗൈസ്. അങ്ങനെ നമ്മൾ ഓരോരോ സെക്ഷനായിട്ടാണ് കാറ് വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ സെയിലങ്ങ് മറ്റും നടക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നിയത് എക്സ്പോ മാത്രമല്ല, വേറെ എന്തൊക്കെയോ എനിക്കത്ര കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ഓരോരോ കാറിൻ്റെ സൈഡിൽ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. പിന്നെ എനിക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഇല്ല. വെറുതെ ഇങ്ങനെ നോക്കി നടന്നു എന്നുള്ളൂ. അതിൽ 2 കാറ് ഭയങ്കരമായിട്ട് കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിങ്ങനെ ഇവനും ശ്രീയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആകെ 2 കാറ് മാത്രമേ എക്സൈറ്റിംഗ് ആയിട്ടുണ്ടായിട്ടുള്ളൂ, ബാക്കിയെല്ലാം നോർമലി കാണുന്ന കാറാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നിൻ്റെ എന്താ പറയുക, ഒരു കാറ് ഏതാണെന്ന് എനിക്കറിഞ്ഞൂടെ, എൻ്റെ പേരെനിക്കറിയില്ല. ഒരു റെഡ് കളർ കാർ ഉണ്ടായിരുന്നു, നല്ല ഉണ്ടായിരുന്നു. പക്ഷെ അത് ഇതെന്ന് പറയുന്നത് കാറിൻ്റെ സെയിലല്ലായിരുന്നു, അത് മറ്റേ വീൽസിൻ്റെ എന്തോ ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ കാറ് കാണാൻ നല്ലില്ലേ. അങ്ങനെ നമ്മൾ ഈ കാറൊക്കെ കണ്ട്, പിന്നെ ഈ ഒരു കാറും പിന്നെ വേറൊരു വിൻറ്റേജ് മോഡലായിട്ടുള്ള ഒരു കാറുണ്ടായിരുന്നു. അത് 2 മാത്രമാണ് പിന്നെ നല്ല ഭംഗിയുണ്ടായത് കാണാൻ. ബാക്കിയെല്ലാം ഭംഗിയുണ്ടായിരുന്നു, പക്ഷെ എന്നാലും. പിന്നെ F1 നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സിംഗപ്പൂർ. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ ആയിട്ട് ഇവരെന്തോ ഇവിടെ ഒരു ചെറിയൊരു സെറ്റപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കണ്ടത്. ഞാൻ പറഞ്ഞ ആ വിൻറ്റേജ് ലുക്കിൽ കാർ ഇതാണ് കേട്ടോ. അങ്ങനെ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, ഇരിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഇരുന്ന സൈഡ് മാറിപ്പോയി. ഞാൻ അപ്പുറം ഇരിക്കണം എന്നാണ് ഉദ്ദേശിച്ചത്, പക്ഷെ ഇങ്ങോട്ടായി പോയി. നമ്മളിവിടെ നിന്ന് ഇറങ്ങി. എക്സൈറ്റിംഗ് ആയിട്ടുള്ള 2 കാറ് മാത്രമേ ഇവനെ കണ്ടിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് നമ്മൾ നേരെ ചാങ്കി എയർപോർട്ടിലേക്കാണ് പോകുന്നത്. ചിലപ്പം കുറച്ച് സാധനങ്ങൾ കൂടി നോക്കാനുണ്ട്. ഇപ്പം നമ്മൾ ഈ ചാങ്കി എക്സ്പോന്ന് പോവുകയാണ്. ഇതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ എൻ്റെ ഹോസ്പിറ്റൽ, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് മിക്കവാറും എയർപോർട്ടിലേക്കായിരിക്കും. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. അങ്ങനെ നമുക്ക് എക്സ്പോൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഈ ഒരു വീക്ക് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് കാണാൻ വേണ്ടി വന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ നേരെ എയർപോർട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. നമുക്ക് ചാങ്കി സിറ്റി പോയിന്റിൽ നിന്ന് മെട്രോ എടുത്താൽ നെക്സ്റ്റ് സ്റ്റോപ്പ്, ഈ എക്സ്പോണിലെ നെക്സ്റ്റ് സ്റ്റോപ്പാണ് എയർപോർട്ട്. അപ്പോൾ നമ്മൾ മെട്രോ എടുത്തിട്ട് നമ്മൾ നേരെ എയർപോർട്ടിൽ പോവാണ്. നമ്മൾക്ക് എയർപോർട്ടിൽ പോയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ടായിരുന്നു. പിന്നെ ഐഫോൺ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഐഫോണിൻ്റെ സ്റ്റോറിൽ പോയിട്ട് ഒന്ന് എങ്ങനെയുണ്ട് ഫോൺ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. പിന്നെ 17 Pro Maxൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ചോദിച്ചപ്പോൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. വേറെ ഔട്ട്ലെറ്റിലൊക്കെ നമ്മൾ നോക്കി, പക്ഷേ ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ജസ്റ്റ് നോക്കി. പിന്നെ വൈറ്റും പിന്നെ ഓറഞ്ചും ആണ് നോക്കിയത്. ഇത് 2 നല്ലുണ്ട്. വൈറ്റ് കോമൺ ആണ് നമ്മൾക്ക് എല്ലാ ഫോണും, പക്ഷേ ഓറഞ്ച് വേറെ തന്നെ കളറായത്. പക്ഷേ ഓറഞ്ചിൽ സ്ക്രാച്ചൊക്കെ വീണാൽ പെട്ടെന്ന് അറിയുമെന്ന് തോന്നുന്നു. ഞാൻ എന്നിട്ട് വെറുതെ ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റിയൊക്കെ നോക്കിയാണ്.
പിന്നെ ഈ iPhone 17 എയർ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. മീൻസ് നമ്മൾ എടുക്കുമ്പോഴേ പേടിയാണ് താഴെ വീണ് പൊട്ടുമെന്നുള്ള രീതിക്കായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് അത് വലിയ ലൈക്ക് ആയിട്ടുള്ള ഗൈസ്. എന്തുകൊണ്ടും ഇത് ചേരും. ഞങ്ങൾ എന്നിട്ട് സ്പെക്സ് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എൻ്റെ സ്പെക്സ് പൊട്ടിപ്പോയി. അങ്ങനെ ജസ്റ്റ് സ്പെക്സ് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് തന്നെ ഇറങ്ങിയതാണ്. പക്ഷെ ഓന് ബേണിൻ്റെ ഫ്രെയിം നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കുറേ സ്പെക്സ് നോക്കി, പക്ഷെ ഒന്നും അങ്ങോട്ട് ശരിയായില്ല. അങ്ങനെ ഞാൻ പിന്നെ ഒനാടെ നോക്കുന്ന സമയത്ത് എനിക്ക് വേറെ പ്രത്യേകിച്ച് പണിയില്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ഷെയ്ഡ്സ് നോക്കുമായിരുന്നു. ഞങ്ങൾ എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. എന്നിട്ട് കണ്ട എല്ലാ സ്പെക്സ് ഷോപ്പിലും നമ്മൾ പോയി നോക്കി, പക്ഷെ പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിരുന്നില്ല. പിന്നെ ജ്വല്ലം കൂടി ജസ്റ്റ് ഞാൻ കയറി ഒരു റൗണ്ട് അടിച്ച് വന്നു. അവിടം വരെ വന്നിട്ട് കൺമുന്നിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സമയത്ത് ജ്വല് കാണുന്നുണ്ടായിരുന്നു. പിന്നെ എത്ര കണ്ടു എന്ന് പറഞ്ഞാലും ജസ്റ്റ് ഒന്നുകൂടി നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി. പക്ഷേ ലൈറ്റ് ഷോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വെരിഞ്ഞനെ ഉണ്ടായിരുന്നു. 2-3 കളർ മാത്രമേ പിന്നെ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ടൈം കഴിയാറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. നമ്മൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഫുഡല്ല, ജസ്റ്റ് ഒരു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ ഇവിടെ എത്തിയിട്ട് നോക്കുമ്പോഴത്തേക്ക് ദുബായ് ചീസ് കേക്ക് ഉണ്ടായിരുന്നു ഇവിടെ, ചോക്ലേറ്റ് ചീസ് കേക്ക്. ഞാൻ ഒരുപാട് ഇങ്ങനെ റീൽസിലും മറ്റു കാര്യങ്ങളിലെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ദുബായ് ചോക്ലേറ്റ് ചീസ് കേക്ക് വൈറൽ സാധനം. ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. എനിക്കെന്നാ തോന്നിയെന്ന് വെച്ചാൽ ഇതിൻ്റെ ആദ്യത്തെ ബൈറ്റിൽ ഓക്കെ ആയിരുന്നു. പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം നമുക്ക് എന്തൊക്കെയോ നമ്മൾ ഓൾറെഡി കഴിച്ച ഏതൊക്കെയോ ഫ്ലേവേഴ്സുമായിട്ട് ഭയങ്കരമായിട്ട് മാച്ചാണ്. ഓൾറെഡി നമ്മൾ കഴിച്ച പോലത്തെ ഒരു ഫീൽ. പക്ഷേ എന്നാൽ ഈ ഡെസേർട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. മീൻസ് അങ്ങനത്തെ ഒരു ഭയങ്കര മത്ത് പിടിക്കുന്ന പോലത്തെ മധുരം ഉണ്ടായിരുന്നു കുറച്ചൊക്കെ. അപ്പം ഈ ഒരു മൊത്തം ഡെസേർട്ട് ഒരാൾക്ക് കഴിക്കാൻ എന്തായാലും ഒരു സ്ലൈസൊക്കെ വേണമെങ്കിൽ കഴിക്കാം, അല്ലാതെ കൂടുതൽ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക്. പിന്നെ നമ്മളൊരു കോഫി പറഞ്ഞു. ആ കോഫി നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും പോയി ഗൈസ്. അവിടെ വേറൊരു സ്പെക്സിൻ്റെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ദുബായ് കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചീസ് കേക്ക്. അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാവുക സെയിം പോലെയായിരുന്നു. കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ലതുണ്ട്, പക്ഷെ വിചാരിച്ച അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു ചോദിച്ചാൽ ഇല്ല. അതിന് ആ ഒരു കേക്കിന് $25 ഉണ്ടായത് കേട്ടോ. അതിനെക്കാട്ടിയും കോഫി നല്ല ഉണ്ടായിരുന്നു. പിന്നെ ഞാനിത് ആരൊക്കെയോ വാങ്ങുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചതാണ്. പിന്നെ മധുരം ഇഷ്ടമുള്ളവർക്കെല്ലാം നല്ല ഉണ്ടാവും. അത് മധുരം മധുരം അങ്ങനെ ഡെസേർട്സിനോടെല്ലാം താല്പര്യമുള്ളവർക്കെല്ലാം നല്ല ആയിരിക്കും. അത് എനിക്ക് 1-2 ബൈറ്റ് വരെ ഞാൻ കഴിച്ചു. പിന്നെ അധികം തിന്നാൻ പറ്റുന്നില്ല, ഭയങ്കര മത്ത് പോലെയാണ്. അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് വന്നത് എനിക്ക് ഷൂ നോക്കാനാണ്. എനിക്കായി വെറുതെ ജസ്റ്റ് കയറിയതാണ്. ഇപ്പം വാങ്ങണമെന്ന് വിചാരിച്ചിട്ടില്ല, പക്ഷെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അത് ഈ മന്ത് തന്നെ വാങ്ങിക്കണം എന്നല്ല ഉണ്ടായിരുന്നത്. ഇവിടെ വന്ന സ്ഥിതിക്ക് വേറെ കുറേ ഷോപ്പൊന്നും ഞാൻ ജസ്റ്റ് നോക്കി, പക്ഷേ ഒന്നും എനിക്കങ്ങനെ നമുക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് ക്ലിക്കാകുന്ന മാതിരിക്ക് എനിക്കൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഷോപ്പ് കണ്ടപ്പാട് ഓക്കെ ജസ്റ്റ് കയറി നോക്കാം എന്നുള്ള രീതിക്ക് വന്നു. പക്ഷേ എനിക്കിവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ള ഏകദേശം എല്ലാം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇതിഷ്ടമായി. ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ഷൂ ഇഷ്ടമായി. അതുകൂടാതെ വേറൊരു പിങ്ക് കളറുള്ളതും, പിങ്ക് ഫസ്റ്റ് ഇട്ടതല്ല,
അതിന് ശേഷമുള്ളതും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഇതും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഭയങ്കര കൺഫ്യൂഷനായി, ഇത് വേണോ അത് വേണോ. പിന്നെ ഫുൾ അത് നോക്കി, പിന്നെ വീണ്ടും ഇത് നോക്കി, ഒരു കാലിലിട്ട് നോക്കി, മറ്റേ കാലിലിട്ട് നോക്കി, അങ്ങോട്ട് സെറ്റാകുന്നില്ല. ലാസ്റ്റ് ഞാൻ ഇതിൽ നിന്ന് ഒരു ഷൂ എന്തായാലും വാങ്ങിക്കാം എന്ന് വിചാരിച്ചു. അത് ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. ലാസ്റ്റ് ഞാനൊന്ന് വാങ്ങിച്ചു കേട്ടോ. ഭയങ്കര കൺഫ്യൂഷനിലാണ് ഏതെടുക്കണം. ടോട്ടൽ കൺഫ്യൂഷൻ. Or this. ഞാനങ്ങനെ ഒരു ഷൂ തീരുമാനമാക്കി എടുത്തിട്ടുണ്ട്. ഏതാണെന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ആ 2 ഷൂവിലെ ലാസ്റ്റ് കണ്ണും പൂട്ടി ഒന്നെടുത്തു. അങ്ങനെ ഇവിടെ നിന്ന് ഷൂ വാങ്ങിയിട്ടോ. അതിൻ്റെ ഒപ്പം ഒരു സോക്സ് കൂടി ഫ്രീ കിട്ടി. അങ്ങനെ ഇന്നത്തെ പരിപാടി ഏകദേശം കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. നല്ലില്ല ഈ ഷോപ്പ് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത ഒരു നമ്മളെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ല കളേഴ്സ്, മൊത്തം ഒരു നല്ല അടിപൊളി കളേഴ്സും ലൈറ്റിംഗ് ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ശരിക്കും സാധനം വാങ്ങാൻ വന്നത് ഓനാണ്. അത് എപ്പോഴും അങ്ങനെ തന്നെ. എനിക്ക് എന്തെങ്കിലും സാധനം വാങ്ങാൻ വന്നാൽ ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴൊന്നും എടുക്കാം. എനിക്ക് ഷൂ വാങ്ങണമെന്ന് വിചാരിച്ചില്ല, പക്ഷെ ഇത്ര പെട്ടെന്ന് വാങ്ങുമെന്ന് വിചാരിച്ചിട്ടില്ല. എന്നെന്തായാലും ഫിലയിൽ പോയപ്പം പിന്നെ നല്ല ഭംഗിയുള്ള ഷൂസ് ഉണ്ടായിരുന്നു, അങ്ങനെ എടുത്തു. അപ്പം ഷൂ എടുത്തു. പിന്നെ നമ്മൾ സ്പെക്സ് നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയിട്ടില്ല. നമ്മളൊക്കെ ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ അത് വാങ്ങിച്ചിട്ടില്ല. ജസ്റ്റ് നോക്കി വെച്ചിട്ടുണ്ട്. ഇൻ കേസ് വേറെ എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ അത് വാങ്ങും. നമ്മൾ ജുവല് അടച്ചു പൂട്ടി. 9 മണിക്ക് ശേഷം ഇടും. എന്താ ലേറ്റ് എല്ലാം വരുന്നതാ? എന്താ പറയുക, നല്ല ടൈമിങ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞു. പിന്നെ നമുക്ക് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മൾ ബസ്സിൽ തിരിച്ചു പോകാൻ നിൽക്കുകയാണ്. ഇനിയിപ്പം പോയിട്ട് കുറേ ഫിലിമൊക്കെ ഇറങ്ങിയിട്ടുണ്ടല്ലോ, നമുക്ക് പോയിട്ട് ഫിലിം കാണണം. ഇന്ന് നമ്മൾ ഹൃദയപൂർവ്വം കണ്ടു. പിന്നെ നീതു കുട്ടുമെല്ലാം വേറെ പോയിട്ടുണ്ട്. അപ്പോൾ അവർ നമുക്ക് ഫുഡ് ഞങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ബിരിയാണി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി കഴിച്ചുകൊണ്ട് ഇന്ന് എന്തെങ്കിലും ഫിലിം കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ അതാണ് ഇനി നെക്സ്റ്റ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ബസ് എടുക്കാനാണ് കേട്ടോ. എയർപോർട്ട് കാണുമ്പോൾ നാട്ടിൽ പോകാൻ തോന്നുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ ബസ് എടുത്തിട്ട് നേരെ പോവാണ്. പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ ലൈറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. ഇത് എന്തിൻ്റെ ഭാഗമായിട്ടുള്ള ലൈറ്റ്സ് എന്ന് അറിഞ്ഞുകൂടാ. അവിടെ 60 years എന്നൊക്കെ മീൻസ് സിംഗപ്പൂർ നാഷണൽ ഡേൻ്റെ ഭാഗമായിട്ടാണോ അതോ എയർപോർട്ടിൻ്റെ എന്തെങ്കിലും ഭാഗമായിട്ടാണോ എന്ന് അറിയില്ല. ഹലോ ഗൈസ്, അപ്പം ഞാൻ വീട്ടിലേക്ക് എത്തി. ഇനിയിപ്പം ഒന്ന് മേക്കപ്പൊക്കെ റിമൂവ് ചെയ്യണം, എന്നിട്ട് ഫുഡ് കഴിക്കാം. കുളിച്ചിട്ടെല്ലാം ആയിട്ട് ഇനി ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം നമുക്കിപ്പം മേക്കപ്പ് റിമൂവ് ചെയ്യാം. എൻ്റെ ലിപ്സ്റ്റിക്ക് പോയിട്ടില്ല ഗൈസ്. എനിക്കറിയില്ല എൻ്റെ മേക്കപ്പ് ഇങ്ങനെ എൻ്റെ ലിപ്സ്റ്റിക്ക് എങ്ങനെ നിന്നേന്ന്. ഞാൻ എന്തിട്ടാലും അത് കുറച്ച് ശാശ്വതമല്ല. എൻ്റെ
ഞാൻ എന്ത് കഴിച്ചാലോ എന്ത് ആക്കിയാലോ എൻ്റെ അപ്പം തന്നെ പോകും. പക്ഷേ ഇന്ന് പ്രത്യേകിച്ചൊന്നും കഴിക്കാത്തതുകൊണ്ടായിരിക്കണം. പിന്നെ ഞാൻ അന്ന് സെഫോറയിൽ നിന്ന് വാങ്ങിച്ച ലിപ്സ്റ്റിക്കാണ്. അത് ഒരുപാട് നല്ല ലിപ്സ്റ്റിക്കാണ്. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്ന സമയത്ത് 2-3 കൂടുതൽ 3 ഞാൻ മിക്സ് ആക്കിയിട്ടാണ് ഞാൻ ഇട്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഷെയ്ഡ് ഒരുമാതിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെന്താ അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു ലാക്മേൻ്റെ, പിന്നെ സെഫോറേൻ്റെ, അതുപോലെ തന്നെ വേറെ ഏതാണെന്നൊക്കെ ഓർമ്മയില്ല. ഇത് 3 കൂടിയിട്ടാണ് ഞാൻ ഒരു കോമ്പിനേഷൻ ആയിട്ട് ഇട്ടത്. ആദ്യം ലിപ് ലൈനർ ഇട്ടതിന് ശേഷം ബാക്കി 3 ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഞാനിപ്പം വാഷൊക്കെ ചെയ്ത് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഫേസ് വാഷ് ഇടുന്നത്. അങ്ങനെ ഫേസ് വാഷൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ എൻ്റെ മേക്കപ്പ് മൊത്തമായിട്ട് റിമൂവ് ആക്കിയിട്ട് പിന്നെ ഞാൻ പോയി കുളിച്ചിട്ട് ഇനി ഫുഡ് കഴിക്കുമ്പോൾ കാണാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ എക്സ്പോയിലേക്ക് പോയി. പിന്നെ എക്സ്പോയിലേക്ക് പോയതിന് ശേഷം നമ്മൾ നേരെ ചാങ്കിയിലേക്കാണ് പോയത്. ചാങ്കി എയർപോർട്ടിലേക്ക് പോയിട്ട് നമുക്ക് 17 Pro Max നോക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. പക്ഷേ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. 17 Pro ഉണ്ട്, പിന്നെ മറ്റേ ബാക്കി എല്ലാ സീരീസ് ഉണ്ടായിരുന്നു. Pro Max മാത്രം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത് വാങ്ങാനാണോ എന്ന് ചോദിച്ചാൽ നോക്കാൻ വേണ്ടി പോയി, പക്ഷെ കിട്ടിയിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വന്നു. പിന്നെ നമ്മൾ സ്പെക്സ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്പെക്സ് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പുറത്തുള്ള വേറെ കുറേ സ്പെക്സിൻ്റെ ഷോപ്പിൽ പോയി. പക്ഷെ എന്താണെന്ന് വെച്ചാൽ കിട്ടിയിട്ടില്ല. പ്രാവശ്യം വാങ്ങിക്കണ്ട, പിന്നെ എന്താ പറയുക, ഓൺലൈനിലും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കി വെക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇൻ കേസ് ഓൺലൈൻ അങ്ങനെയൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ നേരെ പോയത് എവിടെയാണെന്ന് വെച്ചാൽ ഷൂ വാങ്ങാൻ വേണ്ടിയിട്ട്. എനിക്ക് ഷൂ വാങ്ങാനാണ് പോയത്. ആക്ച്വലി വെറുതെ നോക്കാൻ വേണ്ടി കയറിയതാണ്. പക്ഷെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരു നോട്ടത്തിൽ തന്നെ എല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഷൂ നമ്മൾ കുറേ ഞാൻ ഇട്ട് നോക്കി. അതിൽ 2 ഫൈനലൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായി. ലാസ്റ്റ് അത് അതിലൊന്ന് ഫൈനലൈസ് ചെയ്തിട്ട് അതാണ് ഞാൻ എടുത്തത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഫുഡ് കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് പോയി ഫുഡ് കഴിക്കാം. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇനി വേറൊന്നുമില്ല, ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു സിനിമയൊക്കെ കണ്ട് കിടന്നുറങ്ങാം. ഓക്കെ. അങ്ങനെ നേരത്തെ നമ്മൾ ചീസ് കേക്ക് മാത്രമല്ലേ കഴിച്ചത്, വേറെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയിട്ടുണ്ട്. ഇവർ വരുന്ന സമയത്ത് ഞാൻ ബിരിയാണി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് ഇന്ന് നൈറ്റത്തെ ഫുഡ്. അങ്ങനെ ഏതെങ്കിലും ഫിലിം വെച്ചിട്ട് കാണാമെന്ന് വിചാരിക്കുന്നത്. ആദ്യം വിചാരിച്ച് സുമതി വളവ് കാണാമെന്ന്, പക്ഷെ അത് കണ്ടിട്ടില്ല. ഓടും കുതിരയായിരുന്നു അത് കാണാൻ വേണ്ടി വിചാരിച്ചത്. പക്ഷെ അതൊരു അട്ടർ ഫ്ലോപ്പായിരുന്നു ആ ഒരു തീരുമാനം. ഞാൻ ഓടും കുതിര ചാടും കുതിര ജസ്റ്റ് ഓണാക്കിയത് മാത്രമേ ഓർമ്മയുള്ളൂ. വേറെ ഞാൻ നോക്കിയിട്ടില്ല. ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഫിലിം എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ പിന്നെ കണ്ടത് സുമതി വളവായിരുന്നു. അത് നല്ലുണ്ടായിരുന്നു ആ ഫിലിം. പിന്നെ അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ബ്രഷ് ചെയ്ത് ഇന്നത്തെ ദിവസം ഇവിടെ എൻഡ് ചെയ്തു കേട്ടോ. ഇനി ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ലിറ്റിൽ ഇന്ത്യക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഈ വീക്ക് വരുന്നുണ്ട് നാട്ടിൽ നിന്ന്. അപ്പം കുറച്ച് സാധനങ്ങൾ വാങ്ങാനും പിന്നെ ഒക്കെ ആയിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ ലിറ്റിൽ ഇന്ത്യയിലേക്ക് പോയി. രാവിലെ വന്നുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പോയത്. കാരണം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. രാവിലെ ഇങ്ങോട്ട് വരാനുള്ളതുകൊണ്ട് ഫുഡ് നോർമലി വീക്കെൻഡ് കുക്ക് ചെയ്യാറില്ല. ഫ്രൈഡേയ്സ് കുക്ക് ചെയ്യാറില്ല. അപ്പോൾ സാറ്റർഡേ എപ്പോഴാണ് എഴുന്നേൽക്കുന്നത് അപ്പോഴേക്കാണ് ഞാൻ ബ്രഞ്ച് പോലെയാണ് കുക്ക് ചെയ്യൽ. പക്ഷേ ഇന്ന് ഇങ്ങോട്ടേക്ക് വന്നതുകൊണ്ട് ഇവൻ എന്നോട് പറഞ്ഞു നമുക്ക് ഇന്ന് ഇങ്ങോട്ടേക്ക് പോവാം, മറ്റേ കുറച്ച് പരിപാടീസ് ഉണ്ട്. അങ്ങനെ വന്നതാണ് കേട്ടോ ലിറ്റിൽ ഇന്ത്യയിലേക്ക്. അങ്ങനെ നമ്മൾ രാവിലെ പോയി. ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ആദ്യം വേറൊരു കടയിലേക്കാണ് പോയത്. അവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ മൻസൂർ മസാലയ്ക്കാണ് വന്നത്. പിന്നെ ശ്രീ ഇടിയപ്പം പറഞ്ഞു. ഞാൻ എന്നാ അപ്പാന്ന് പറഞ്ഞത്. അപ്പം അവർ പറഞ്ഞു അപ്പം തീർന്നു പോയിന്ന്. അങ്ങനെ ഞാൻ പൊറോട്ടയാണ് വാങ്ങിച്ചത്.
ഈ കറി കൊള്ളായിരുന്നു കേട്ടോ, ഈ രണ്ടും നല്ല ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് ഹോട്ട് വീൽസ് വാങ്ങാനാണ്. നമ്മൾ മുസ്തഫയിലേക്കാണ് കേട്ടോ പോയത്. അവിടത്തേക്ക് ശരിക്കും പോയത് വേറെന്തോ സാധനം വാങ്ങാനാണ്. ആ വഴിയിൽ ഇവന് എന്തോ കാറ് നോക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോയി. നീനുവിനെ കണ്ടിട്ട് കുറേ നാളായി. അപ്പോൾ ഇന്ന് നീനുവിനെ കാണാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നീനുവിന് എന്തെങ്കിലും ടോയ്സ് ഉണ്ടോ നോക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ഒരുപാട് ടോയ്സ് ഉണ്ട്. അങ്ങനെ നീനുവിന് ഈ ഒരു ബ്യൂട്ടി സെറ്റ് വാങ്ങിയിട്ടോ. ഇത് മറ്റേ മാല, അങ്ങനെ മറ്റേ കൈ ചെയിൻ അങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് കേട്ടോ. പിന്നെ ഇവനൊരു കാറ് കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി നേരെ മെട്രോ കയറാൻ പോകുന്ന വഴിക്ക് നമുക്ക് സ്പെക്സിൻ്റെ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൂടി നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കയറിയത്. കാരണം ഇന്നലെ നമുക്ക് പോയി എവിടെയും നമുക്ക് വിചാരിച്ച സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഇതിങ്ങനെ സൺലൈറ്റ് കൊണ്ടിട്ട് പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് അതിൻ്റെ ഷെയ്ഡ് മാറും, അതിൻ്റെ കളേഴ്സ് ഡിഫറൻസ് ഉണ്ടാവും, മീൻസ് അതിൻ്റെ ഫ്രെയിമിന് ഡിഫറെൻ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കാണിച്ചെന്നെയാണ് കേട്ടോ. നല്ല ഉണ്ടായിന് കാണാൻ. പിന്നെ അത് കുറച്ചുകൂടി ലോങ് ലാസ്റ്റിംഗ് ആണ്. അതിന് ശേഷമാണ് വീണ്ടും അതിൻ്റെ സെയിം കളറിലേക്ക് മടങ്ങിപ്പോകുന്നത്. ഇതിപ്പോൾ നോക്കുന്ന നേരത്തെ ഒരു പിങ്ക് പോലത്തെ ഒരു കളറായിരുന്നു ഉണ്ടായത്. ഇത് ലൈറ്റ് കൊണ്ടതിന് ശേഷം അത് ആ കളറിലേക്ക് മാറി. പിന്നെ നമ്മൾ നേരെ നീനുവിൻ്റെ അടുത്ത് പോയി. നീനുവിന് ഇതെല്ലാം കൊടുത്ത് നമ്മൾ അവിടെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് മടങ്ങിയത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ, സീ യു.